ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ല നാടൻ രീതിയിലുള്ളൊരു ചക്കക്കുരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു വെച്ച് ഇതുപോലെ തോരനല്ലാതെ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം, ഓലൻ ഉണ്ടാക്കാം, മസാലക്കറി ഉണ്ടാക്കാം, അങ്ങനെ കുറേ തരം കറികൾ ഉണ്ടാക്കാം. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള നല്ലൊരു ചക്കക്കുരു തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പുറമേയുള്ള ഈ ഒരു തൊലി കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള ബ്രൗൺ കളർ തൊലി മുഴുവനായിട്ടും കളയണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് പോലെ ഇതുപോലെ കളഞ്ഞെടുത്താൽ മതി. ഇനി ഈ ഒരു തൊലി ഒട്ടും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കക്കുരു മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചക്കക്കുരു നീളത്തിൽ ഒന്ന് പകുതിയാക്കുന്നുണ്ട്. അതിനുശേഷം വളരെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതേസമയം കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു മുഴുവൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ കഴുകിയെടുത്ത ചക്കക്കുരു നമ്മൾ ഇതുപോലൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഏകദേശം ഒരു 5 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേസമയം വെന്തുടഞ്ഞു പോയിട്ടും ഇല്ല. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു തോരന്റെ വേറൊരു പ്രത്യേകത, ഇതിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിന്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ചക്കക്കുരു വെച്ച് ഓലൻ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചക്കക്കുരു തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.